ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ പറഞ്ഞു പോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും കൂടി പെങ്ങളോട് പോയി സംസാരിക്കുകയാണ്, വൈജോട് പോയി സംസാരിക്കുകയാണ്. അപ്പൊ വൈജോട് ചോദിച്ചു, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അവള് പോയെന്നാണല്ലോ കേട്ടതെന്ന് പറഞ്ഞപ്പോ, ഓ, അവള് പോയത് സത്യമാണോ ഇല്ലോ എന്ന് ആർക്കറിയാം. അവൾ ഇതുപോലെ എത്ര തവണ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അന്നൊക്കെ അവള് തിരിച്ചു വന്നിട്ടില്ലേ? അപ്പൊ അതുപോലെ തിരിച്ചു വരാനുള്ള ഒരു പോക്കാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, ഇതൊന്നും അല്ല, ഇത് അവൾ എല്ലാരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയത് തന്നെയാണ്. അത് ഇറങ്ങിപ്പോയതല്ല, അത് ബാലചന്ദ്രൻ കൊണ്ടാക്കാൻ പോയതാണ്. ബാലചന്ദ്രൻ എവിടെയോ ഒരു ജോലി സെറ്റാക്കിയിട്ടുണ്ട് അവക്കെന്ന് പറഞ്ഞപ്പോ, ഓ, എന്തൊരു സ്നേഹമാണ് അവളോട്. അവളെ കൊണ്ടാക്കാൻ പോകുന്നു. ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഒരു സെർവന്റിനെ ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവുക, അത് കാറിൽ കയറ്റി ഇരുത്തി? ഇതൊന്നും അത്രയ്ക്ക് വിശ്വസിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതിപ്പോ എവിടെ പോയതാണെന്ന് ആർക്കറിയാം. ചിലപ്പം 3-4-5 ദിവസം റിസോർട്ട് എടുത്ത് എവിടെയെങ്കിലും തങ്ങാനാണോന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗംഗാധര മേനോൻ പറഞ്ഞു, എടി, നീ എന്തൊക്കെ എഴുതാപ്പുറമാ വായിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീ എഴുതാപ്പുറം വായിക്കരുതേ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും കരുതുന്നതൊക്കെ സത്യമാണെന്ന് നീ വിചാരിക്കരുത്. അത് വെറും പൊട്ടത്തരമാണ്, അത് വെറും പൊള്ളത്തരമാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ കിടപ്പാട്ടൂരിലേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? ഓ, എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എന്തിനാണ്? 2-3 ദിവസം കഴിഞ്ഞ് അവൾ തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനോ? അതിനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് തന്നെയാണ് അവൾ ഇവിടെ നിന്ന് പോയത്. വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് അവൾ പോയത്. അവൾ വരത്തില്ലെന്നുള്ളൊരു കുറച്ച് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങളിപ്പം നിന്നോട് വന്ന് പറയുന്നത്. വൈജയ്, നീ ഇതെങ്കിലും ഒന്ന് പറയുന്നത് കേക്ക്, അനുസരിക്ക്. ഒരു കാര്യം പറയാം, ഇപ്പോഴാണെങ്കിൽ അവിടെ അവനില്ല, ബാലചന്ദ്രനില്ല. അതുകൊണ്ട് നീ ഇപ്പൊ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെ കയറി പറ്റാനായിട്ട് സാധിക്കും. ബാലചന്ദ്രനൊള്ളപ്പം പോകുന്ന ഒരു അവസ്ഥ നീ ഓർത്തു നോക്ക്. നീ അവന്റെ മുഖത്ത് നോക്കുമ്പോൾ നിനക്ക് അങ്ങോട്ടേക്ക് ചിലപ്പോൾ കയറാനോ ആ വീട്ടിൽ താമസിക്കാനോ ഒന്നും നിനക്ക് അതിനുള്ള ഒരു ഇതൊന്നും കാണത്തില്ല. ഇപ്പൊ അവനില്ലാത്തത് കൊണ്ട് മക്കള് മാത്രമല്ലേ ഉള്ളൂ. ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാനായിട്ടും അവിടെ ആ പിള്ളേരുടെ മനസ്സിലൊരു സ്ഥാനം പിടിച്ചു പറ്റാനായിട്ട് നിനക്ക് സാധിക്കും. നീ ആ ഒരു ലെവലിൽ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്ക്. നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, എന്നിട്ട് നീ പോകാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ശരിയാണ്, നമ്മുടെ വൈജ പെട്ടെന്ന് ചിന്തിച്ചു കേട്ടോ. അത് ശരിയാണല്ലോ, ബാലചന്ദ്രനുള്ളപ്പോ ഫേസ് ടു ഫേസ് നോക്കി അങ്ങോട്ടേക്ക് കയറി ചെല്ലാന്നുള്ളത് അത്രയ്ക്ക് എളുപ്പം ഉള്ളൊരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജയ്ക്ക് മനസ്സിലായി. അപ്പം വൈജ, അത് കൊള്ളാം, അത് ബെസ്റ്റ് ഐഡിയ ആണ്. ഏതായാലും ഗംഗാധര മേനോൻ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ ആണെങ്കിലും അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയേക്കാം. പോയിട്ട് ബാലചന്ദ്രൻ ഇല്ലാത്ത ആ ഒരു സമയത്ത് തന്നെ അവിടെ കയറി പറ്റാം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം ശിവശങ്കര മേനോനും പറഞ്ഞു, ഗംഗേട്ടൻ പറഞ്ഞത് തന്നെയാണ് ശരി. വൈജ, നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് തന്നെ നീ ഇവിടുന്ന് വിട്ടോ. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ധൃതി കൊണ്ടോ നീ ഇവിടുന്ന് പോണെന്നും ഓർത്തിട്ടോ ഒന്നും അല്ല ഞങ്ങൾ ഈ പറയുന്നത്. നിനക്കതാണ് സുരക്ഷിതത്വം, നിനക്കതാണ് നല്ലത്. നിനക്ക് നിന്റെ ആത്മാഭിമാനത്തിനും നിനക്ക് മുറിവേൽക്കാതെ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ അയാൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, പിന്നെ നിനക്ക് അത് വലിയൊരു പ്രശ്നമാകും. പിന്നെ നീയും അങ്ങോട്ടേക്ക് പറയും, പിന്നെ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് അത് ചെല്ലുകയുള്ളൂ. അയാൾ ഇല്ലാത്തപ്പം ചെല്ലുന്നത് തന്നെയാണ് നല്ലതെന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ വൈജ ഒരു തീരുമാനം എടുത്തു. എന്നാ പിന്നെ പോയേക്കാം, എന്നാ പിന്നെ കടപ്പാട്ടൂരിലേക്ക് പോയേക്കാം. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബബിതനെ വിളിക്കുകയാണ് കേട്ടോ വൈജ. ബബിതനെ വിളിച്ചു. ബബിതയ്ക്ക് ഫോൺ എടുക്കാൻ തീരെ താല്പര്യമില്ല. ഇല്ലെങ്കിലും നമ്മുടെ ബബിത ഫോൺ എടുത്തിട്ട് എന്താ അമ്മേന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആ മുടിഞ്ഞവൾ അവിടെ നിന്ന് പോയല്ലേ? പോയി. അതിനിപ്പോ എന്താ വേണ്ടത്? നീ എന്തിനാടി എന്റെ മെക്കിട്ട് കയറുന്നത്? ഓ, നിന്റെ ചേച്ചി പോയതിന്റെ വിഷമമായിരിക്കുമല്ലേ നിനക്ക്? അതുകൊണ്ടായിരിക്കുമല്ലേ നീ എന്റെ മെക്കിട്ട് കയറുന്നത്? എന്റെ പൊന്നമ്മേ, ഞാൻ ആരുടെയും മെക്കിട്ട് കയറാതെ ഒരു റൂമില് മര്യാദയ്ക്ക് മിണ്ടാതെ ഇവിടെ ഇരിക്കുക. അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ? അമ്മ ഇപ്പൊ എന്തിനാ വിളിച്ചത്? അലീന ചേച്ചി പോയി, അതറിയാനാണെങ്കിൽ പോയി, അത്ര തന്നെ. ഓ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാടി, നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം അമ്മയോടാ പറയുന്നതെന്ന് ഓർത്തോണം. അവള് പഠിപ്പിച്ചു തന്നിട്ട് പോയതല്ലേ നിനക്ക് ഓരോന്ന്. അതെ, അലീന ചേച്ചി ഞങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അമ്മയുടെ കൂടെ വന്ന് ഞാനും ദുഷിപ്പ് കേട്ടേനെ. ദുഷിപ്പോ? എന്ത് ദുഷിപ്പാടി? ഞാൻ എങ്ങനെയാടി ദുഷിപ്പാവുന്നത്? ഓ, ദുഷിപ്പ് പോലും. നിനക്ക് ദുഷിപ്പല്ലാത്തതൊക്കെ ഒരാളല്ലേ ഉള്ളിപ്പം, അലീന കുലീന. അതെ, അലീന ചേച്ചി നല്ലവള് തന്നെയാ. അലീന ചേച്ചി ഈ വീട്ടിലില്ലായിരുന്നെങ്കിലേ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ എന്തായനേണെന്ന് അത് പറഞ്ഞാലേ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. അമ്മയ്ക്ക് എപ്പോഴും അലീന ചേച്ചിയുടെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. അതേടി, അവൾക്ക് കുറ്റം ഉള്ളത് കൊണ്ടാണ് അവളുടെ കുറ്റം കണ്ടുപിടിക്കുന്നത്. അവൾ എന്റെ കണ്ണുനീരൊഴുക്കിയ ഒഴുക്കലുണ്ടല്ലോ, തോരാത്ത കണ്ണുനീരായിരുന്നു. അവള് കണ്ണുനീരൊഴുക്കിയ പോലെ എന്റെ കണ്ണിൽ നിന്ന് വേറെ ആരും കണ്ണുനീരൊഴുക്കിയിട്ടില്ല.
അതുകൊണ്ട് അവൾ അനുഭവിക്കൂടി. ഒരിടത്ത് പോയാലും അവള് കയറ്റി പിടിക്കാൻ പോകുന്നില്ല. അവൾക്ക് ഒരിടത്തും സമാധാനം കിട്ടാൻ പോകുന്നില്ല. അവള് സുഖിച്ചല്ലായിരുന്നു ഇവിടെ വാണിരുന്നത്. അവൾ ഇനിയിപ്പോ വേറൊരു വീട്ടിൽ പോകുമ്പോ ആ സുഖം കിട്ടാൻ പോകുന്നില്ലെന്ന് പറയുമ്പോ എന്ത് സുഖം. അമ്മ പറയുന്നുണ്ടല്ലോ സുഖം സുഖന്ന്. എന്ത് സുഖമാണ് അലീന ചേച്ചിക്ക് ഇവിടുന്ന് കിട്ടിയത്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഭയങ്കര സുഖമായിരുന്നല്ലോ. സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഒരു നേരം കണ്ണടയ്ക്കാൻ അതിന് പറ്റിയിട്ടില്ല. അമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞു അതിന് സമാധാനം കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിന്റെ പേരിലാ അമ്മ സമാധാനത്തിന്റെ കാര്യം പറയുന്നത്? ദേ വേറെ എവിടെ പോയാലും അമ്മ ഉള്ളിടത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമാധാനം അതിന് കിട്ടും. അതിപ്പം നരകത്തിൽ പോയാലും അമ്മ കൂടെ നിൽക്കുന്നതിനേക്കാൾ സമാധാനം നരകത്തിലാണെങ്കിലും കിട്ടും അലീന ചേച്ചിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓ എന്റെ മക്കള് വല്ലാതെ അങ്ങ് വളർന്നല്ലോ. നീ വളർന്നതിനൊപ്പം നിന്റെ നാക്കും അങ്ങ് വളർന്നല്ലോ. അവള് വളർത്തിയതായിരിക്കും അല്ലേ? അതെ, അലീന ചേച്ചി വളർത്തിയത് തന്നെയാ. തെറ്റ് കണ്ടാൽ തെറ്റെന്നും ശരി കണ്ടാൽ ശരിയെന്നും തെറ്റ് കണ്ടാൽ പ്രതികരിക്കണമെന്നും പറഞ്ഞ് പഠിപ്പിച്ച് ഞങ്ങളെ തന്നത് അലീന ചേച്ചി തന്നെയാ. അത് ഒരിക്കലും ഒരിക്കലും ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നപ്പോ കിട്ടിയ ആ ഒരു വാത്സല്യവും സ്നേഹവും ഒന്നും ഇതുവരെ അമ്മയ്ക്ക് പോലും തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ നിങ്ങളെ അങ്ങോട്ട് വാത്സല്യം അങ്ങോട്ട് തരുവല്ലായിരുന്നു അവള് നിങ്ങളെ പാളെ കിടത്തി കുളിപ്പിച്ച് എണ്ണ തേച്ച് അപ്പി കഴുകിച്ച് മാമൂട്ടി ഇടി നിങ്ങളെ ഇതൊക്കെ ചെയ്തത് ഞാനാടി. കഷ്ടപ്പെട്ട ഒരു പെൺകൊച്ചിനെ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ വളർത്തുന്നത് എങ്ങനെയാണെന്നേ നിനക്കൊന്നും അറിയത്തില്ലടി അതിന്റെ ദണ്ണം. അതുപോലെ വളർത്തിയെടുത്തടി നിന്നെയൊന്നും. അതിന്റെ നന്ദി പോലും കാണിക്കാത്തവളെ. ഓ അമ്മ ഇനി കണക്കൊന്നും പറയണ്ട. 9 മാസം വയറ്റി ചുമന്നതിന്റെയും പ്രസവിച്ചതിന്റെയും കണക്കൊന്നും അമ്മ ഇനി പറയരുതേ. എല്ലാ ചീപ്പ് കാര്യങ്ങളും ചെയ്തിട്ടേ ലാസ്റ്റ് ഈ കണക്ക് പറിച്ചില്ലേ, അതുകൊണ്ട് ഒന്നും നേടാനില്ല അമ്മയ്ക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? അത് പിന്നെ അവളെങ്ങോട്ടേക്കാ പോയത്? അത് കൊളുത്തുപുഴയ്ക്ക് മറ്റുമായിരിക്കും. അതിപ്പോ അറിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തിനാ? ഓ എനിക്ക് അറിഞ്ഞിട്ട് ഒന്നിനുമില്ലായേ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അവൾ എവിടെ പോയാലും എനിക്ക് തന്നെ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ അമ്മ വെക്കേ, ഞാനേ കുറച്ചു നേരം ഇവിടെ എങ്ങനെ മനസമാധാനമായിട്ടൊന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ മനസമാധാനമായിട്ട് അവിടെ ഇരുന്നോ? ബാലചന്ദ്രനും കൂടെ പോയിട്ടുണ്ടല്ലേ? അതെ, അച്ഛൻ കൂടെ പോയിട്ടുണ്ട്. അച്ഛൻ ചേച്ചിനെ കൊണ്ടാക്കാൻ പോയതാ. കൊച്ചൻ ചേച്ചിനെ കൊണ്ടാക്കാൻ പോയി പോലും നാണുമില്ലല്ലോടി. ആ വൃത്തികെട്ടവളെ കൂടെ നിങ്ങളുടെ തന്തേനെ അയക്കാനായിട്ട്. അതെ അമ്മ അതൊക്കെ വിട്ടുകളാ. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണോ? അമ്മ ഇങ്ങോട്ട് വാ. അമ്മ അലീന ചേച്ചി പോയാലും ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അമ്മ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. അമ്മയോട് ഇവിടെ ആർക്കും ഒരു സ്നേഹക്കുറവുമില്ല. അമ്മ ഇങ്ങോട്ട് വരാൻ നോക്ക്. വേറൊന്നും അമ്മയ്ക്ക് പറയാനില്ലെങ്കിലേ ഇപ്പൊ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക്. അപ്പോഴത്തേക്കും ഫോൺ വെച്ചോ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്നാ പിന്നെ ശരി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഇത് ഫോൺ ഒരു ഒറ്റ എറിഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ കൈ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ തല തിരുമി. ഈ സമയത്താണ് നമ്മുടെ വൈജ കുറെ ബാഗിലെ ഡ്രസ്സുകളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാണ് പോകാനായിട്ട്. കടപ്പാട്ടൂരിലേക്ക് വരാനായിട്ട് പാക്ക് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും കമൽ വന്നിട്ട് അയ്യോടിയേ നീ പോവാണോടി? നീ എന്തിനാ വൈജ ഇന്ന് തന്നെ പോകുന്നത്? ഇന്നൊരു ദിവസം നിന്നിട്ട് നാളെ പോയാ പോരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ അയ്യോ എന്തൊരു അഭിനയമാ കമലെടുത്തി അഭിനയിക്കുന്നത്. ഇതുപോലെ അഭിനയിച്ച ഓസ്കാർ കിട്ടും കേട്ടോ, ഓസ്കാർ. ഞാനിവിടെ വന്ന് കേറിയതേ കമലെടുത്തേക്ക് ഇഷ്ടമല്ലായിരുന്നെന്ന് എനിക്കറിയാം. എന്നിട്ട് കമലെടുത്ത് ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ? ഓ കഷ്ടം തന്നെ. അതെ, ഞാനിവിടെ ഉണ്ടായത് കൊണ്ട് നിരാഹാരം വരെ കിടന്ന് 2-3 ദിവസം റൂമിൽ നിന്ന് വെളിയിലിറങ്ങാതിരുന്നിട്ട് ഇപ്പൊ അഭിനയിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോടി അത് നീ ഇവിടെ നിന്നത് കൊണ്ടൊന്നും അല്ല ഞാന് നിരാഹാരമൊക്കെ കിടന്നത്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. കാരണം നീ അവിടെ നിന്ന് കടപ്പാട്ടൂരിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നിന്റെ സ്ഥാനമല്ലേ കടപ്പാട്ടൂരിൽ പോകുന്നത്. അവിടെ അലീനയല്ലേ നിന്റെ സ്ഥാനത്തിന് പകരം അവിടെ കയറി പറ്റുന്നത്. ആ വിഷമം ഓർത്തിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? നീ ഇവിടുന്ന് പോട്ടെ എന്നോർത്ത് അങ്ങനെയൊക്കെ ചെയ്തത്. അത് നിനക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ലേ, നിന്റെ മക്കളുടെ സ്നേഹം പകുത്തു പോകാതിരിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മതി കമലെടുത്ത് കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി, ഞാൻ പൊട്ടിയോ മന്ദബുദ്ധിയോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുമൊന്നും വേണ്ട. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ ഇന്ന് പോവുകയാണ്. ആങ്ങളമാര് പറഞ്ഞു കാണുമല്ലോ, എന്റെ ആങ്ങളമാര് പറഞ്ഞു കാണുമല്ലോ അവളിന്ന് പോകുന്നു. അതുകൊണ്ടുള്ള ഓടി വരവല്ലേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇനി അവള് അവിടെ കേറരുത് അലീന. അവൾ അവിടെ കേറാതെ എനിക്ക് അവിടെ എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കണം. ഞാൻ അവിടുത്തെ എല്ലാ ചിട്ടവട്ടങ്ങളും എനിക്ക് മാറ്റിയെടുക്കണം, പഴയതുപോലെ എനിക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഈ വൈജ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അവൾ അവിടെ നിന്ന് പോയി എന്നൊക്കെ ഉള്ളത് ശരിയാണ്. ഇനി അവൾ എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ബാലചന്ദ്രനും
അതുപോലെ മക്കളും കൂടെ തിരിച്ചു വന്നിട്ടുണ്ട്, ഇരുകൈ നീട്ടി സ്വീകരിക്കുകയല്ലേ ഉള്ളൂ, ചവിട്ടിത്തള്ളി കളയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്. ഏതായാലും അവളെ ഞാൻ ഇനി അവിടെ കയറ്റത്തില്ല, അതിനുള്ള വഴുതെല്ലാം ഞാൻ അടച്ചു വെച്ചിട്ടേ ഞാൻ അങ്ങോട്ടേക്ക് കയറത്തുള്ളൂ എന്നൊക്കെ പറയാ നമ്മുടെ വൈജ. ഏതായാലും ഇതിന് ശേഷം നമ്മുടെ കമല പറഞ്ഞു, എന്നാ പിന്നെ സമയം കളയണ്ട, പോകാൻ വേണ്ടി തീരുമാനിച്ചല്ലേ, ബാഗൊക്കെ ഇറക്കി പെട്ടി ബാഗൊക്കെ എടുത്തു വെച്ചല്ലേ, എന്നാ പൊക്കോന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൊക്കോളാം കമലെടുത്തി, ഞാൻ അല്ലേലും പോവുകയാണ്. അല്ല എനിക്ക് ഇപ്പൊ അലീനയെ കുറിച്ച് പേടിയൊന്നുമില്ല, അലീന ഏതായാലും കടപ്പാട്ടൂരിന്ന് പോയി, പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം കമലയെടുത്തി, കാരണം ഇനി അവൾ ഇങ്ങോട്ടേക്ക് ചിലപ്പം മരുമകളായിട്ട് കെട്ടിക്കേറി വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് ഒരു ആക്കലും ഒരു ഊതലും ഒക്കെ ഊതിയതാണ് നമ്മുടെ വൈജ. ഇത് കേട്ട ഉടനെ അതെന്ത് വർത്താനമായി ഈ പറയുന്നത് വൈജ, നീ എനിക്കിട്ടൊന്ന് ഊതിയതാണോ ഇത്? ഞാൻ ഊതിയതൊന്നുമല്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അലീനയും മനുവിനെയും ഒന്നും പിരിക്കാൻ ആരെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവർക്കിടയിൽ വലിയ ബന്ധമുണ്ട്, അപ്പൊ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചേക്കണം എന്ന് പറഞ്ഞപ്പം അത് ഞാൻ നോക്കിക്കോളാം, ഒരിക്കലും അവളെ ഇവിടെ മരുമകളാക്കിയിട്ട് ഞാൻ ജീവനോട് ഇവിടെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ പിന്നെ കമലയിടത്തിയുടെ ജീവൻ പോകാനേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അതൊക്കെ പോട്ടെ, അതൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഏതായാലും ഒരു കാര്യം ചെയ്യും, നീ പെട്ടിയും ബാഗൊക്കെ എടുത്ത് പൊക്കോ എന്നിങ്ങനെ കമല പറഞ്ഞപ്പം അതെ കമലെടുത്തി, നിന്നെ കമലെടുത്തി, എനിക്കൊരു ഗ്ലാസ് ചായ കിട്ടുമോ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാൻ തോന്നുവാന്ന് പറയാണേ. കാരണം കമലേനെ കൊണ്ട് ഒരു ഗ്ലാസ് ചായ ഇടിയിപ്പിക്കണം നമ്മുടെ വൈച്ചയ്ക്ക്, അതുകൊണ്ടാണ്, അതൊന്ന് കൂട്ടിക്കണം വൈച്ചയ്ക്ക്. അപ്പം കമല അത് പിന്നെ ഗ്യാസ് തീർന്നു പോയെന്ന് അറിയത്തില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പം ഗ്യാസ് തീർന്നെങ്കിൽ കമല എടുത്ത് ചായ ഇടുവൊന്നും വേണ്ട, ഗ്യാസ് തീർന്നില്ലെങ്കിലേ എനിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടിയേ പറ്റത്തുള്ളൂ, ഒരു ഗ്ലാസ് ചായ വേണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കമല ദേഷ്യം വന്നിട്ട് ആ വാതിൽ അങ്ങോട്ട് വലിച്ചടച്ചിട്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ വൈജ നിന്നിങ്ങനെ ചിരിക്കുകയാണ്. ഏതായാലും കൊള്ളാം, രണ്ട് രാക്ഷസികളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കുത്തുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് മുത്തശ്ശിയുടെ അടുത്തേക്ക് യാത്ര പറയാനായിട്ട്, അതായത് വൈജയുടെ അമ്മയുടെ അടുത്തേക്ക് യാത്ര പറയാനായിട്ട് നമ്മുടെ വൈജ കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും മുത്തശ്ശി ക്ഷീണമൊക്കെ ആയിട്ട് കിടക്കാണ്, അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും മുത്തശ്ശി എണീറ്റിട്ട് എന്താടീന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ പോകുവാന്ന് പറഞ്ഞപ്പോ നീ എങ്ങോട്ട് പോവാ? ഞാൻ കടപ്പാട്ടൂരിലേക്ക് പോവാ. അതെന്ത് പറ്റി നീ ഇപ്പൊ പെട്ടെന്ന് പോകുന്നത്? അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ അലീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നു. അലീന പോയി പിന്നെ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? ഇനിയിപ്പം എല്ലാവരുടെയും മുഖം കണ്ട് ഇവിടെ പിടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല, അലീന പോയല്ലോ എന്ന് പറഞ്ഞപ്പം അപ്പൊ അവള് പോയോ? അവള് പോകുന്ന കാര്യം എന്നോട് വന്ന് പറഞ്ഞായിരുന്നു. പാവം കൊച്ച്, എന്ത് ചെയ്യാനാ, നിന്റെ ഓരോ വാശികൾ, അല്ലാതെ പിന്നെ ഇതിനെന്താ പറയുന്നത്? എന്റെ വാശി കാരണം അവള് പോയെങ്കിലേ കണക്കായി പോയി. പിന്നെ അവള് പോയെങ്കിലും ഒരു വലിയ ബോംബ് എനിക്കിട്ട് തന്നിട്ട് അവള് പോയേക്കുന്നതെന്ന് പറയുമ്പോ ബോംബോ? എന്ത് ബോംബ്? വേറൊരു ബോംബും അല്ല, അമ്മയ്ക്കറിയാലോ 10-23 വർഷം മുമ്പ് ഉണ്ടായിരുന്ന എന്റെ ജീവിതവും കഥയും ഒക്കെ, ആഗ്രയിലെ ഞാൻ ജീവിച്ചതൊക്കെ. ആ കാര്യം അവൾ എന്നെ ഓർമ്മിപ്പിച്ചു. അതെ അവക്കറിയാം, അതുകൊണ്ട് വൈജ മേഡം സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അവളോട് ഇതാര് പറഞ്ഞെന്ന് എനിക്കറിയില്ല, വേറെ ആർക്കും അറിയില്ലാത്ത കാര്യം, ആങ്ങളമാർക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ ഈ കാര്യം അറിയത്തുള്ളൂ. ഈ കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. പക്ഷെ അവൾ അത് അറിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും? അന്ന് അവൾ ജനിച്ചിട്ട് പോലുമില്ല, പിന്നെ അവൾ എങ്ങനെയായിരിക്കും അത് അറിഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കുമാണ് മുത്തശ്ശി പറഞ്ഞത്, അവൾ അങ്ങനെ നിന്നോട് പറഞ്ഞോ? അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എവിടെന്നെങ്കിലും ആ ന്യൂസ് കിട്ടിക്കാണും. അതിനിപ്പോ എന്താ? നീ സൂക്ഷിച്ചു കണ്ട് ജീവിക്കണം, നിന്റെ കാലം നീ തന്നെ ആകാതിരിക്കുക, അത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. സൂക്ഷിച്ചു കണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഭീഷണി കേട്ട് ഞാൻ അപ്പൊ സൂക്ഷിച്ചു കണ്ട് ജീവിക്കണം എന്നാണോ അമ്മ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചപ്പം എടി നിന്റെ നാശം നീ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. അടങ്ങി ഒതുങ്ങി ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, അല്ലെങ്കിലേ നീ ജീവിക്കാൻ കുറെ ബുദ്ധിമുട്ടും ഇനിയും നീ അനുഭവിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും അമ്മയും അവളുടെ വശത്താണല്ലോ, അതൊക്കെ കളയമ്മേ, അതൊക്കെ വിട്. പക്ഷേ ഈ സത്യം അവൾ എങ്ങനെ അറിഞ്ഞു? ബാലചന്ദ്രൻ ഇത് അറിഞ്ഞിട്ടില്ല. ബാലചന്ദ്രൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ബാലചന്ദ്രൻ ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാക്കി ഡിവോഴ്സിന് വരെ ഇപ്പം അപ്ലൈ ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. അപ്പൊ അതുകൊണ്ട് ബാലചന്ദ്രൻ ഇത് അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ആരായിരിക്കും? എന്റെ ആങ്ങളമാര് പറയൂന്ന് ചോദിച്ചാല് പറയത്തില്ല, അവര് പറയത്തില്ലല്ലോ. അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും ഈ ഒരു സത്യം എന്റെ ആങ്ങളമാര് പറയില്ലത് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ മുടിഞ്ഞവളൊന്ന് ചത്തുപോയാൽ മതിയായിരുന്നു. ഏതെങ്കിലും വണ്ടി കയറിയിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതിരിക്കട്ടെ ശവേ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? നീ എന്തിനാണ് അവളെ പ്രാകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിന്റെ നാശത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത് നീ തന്നെയാ. ആ വിത്ത് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിത്ത് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊയ്ത് കളയേണ്ടത് നീ തന്നെയാ. അത് നീ ഓർത്തോ. അല്ലാതെ അവളെ പ്രായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലേ നീയെ ഗതി പിടിക്കാനൊന്നും പോകുന്നില്ല. നീ ഓർത്തോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ദേ ഇനിയിപ്പം പുറകെ ഓരോന്നും വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ജീവിച്ചാൽ നിനക്ക് കൊള്ളാം വൈജ ഇതൊക്കെ കേട്ടിട്ട് കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കാനോട്ട്. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. വൈജയ്ക്ക്
ഈ സത്യം ആരാണ് അലീനോട് തുറന്ന് പറഞ്ഞതെന്ന് അറിയില്ല. ഇനിയും ഭീഷണിയുടെ സ്വരങ്ങൾ മുഴങ്ങുമോ എന്നറിയില്ല. കാത്തിരുന്ന് തന്നെ കാണാമല്ലോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.